മുടിവെള്ളമാണു നീ, വായ്പാട്ടെ ഓടിവെള്ളമായൊരൻ മുഖക്കായൽ മുടിവെള്ളമാണു നീ. മുഴക്കോലു പോലും കൂടാതെ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണെ, എന്നോട് എന്താണീ ഭാവം? നീങ്ങുന്നൊരൻ നുണുങ്ങോളമേ ഒളിക്കുന്നുവോ ഇരിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. നിന്നതെന്തിനോ നിലപ്പൂവെ നീ കുടന്ന മഞ്ഞുമായി, പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ നിലപ്പൂവെ നീ കുടന്ന മഞ്ഞുമായി. ഇറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ, ഒരിക്കൽ നിൻ കോപം പൂട്ടും നാദം മീട്ടും ഞാൻ. മണിക്കൂട്ടിലേ ഒളിക്കുന്നുവോ ഇരിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. ചിരിച്ചിട്ടിലോരും ഇളം മുത്തിലൊന്നേ ഒരു തുള്ളു തുമ്പിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ ഇരിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. താങ്ക് യു. നമ്മുടെ പ്രകാശ് സാറിൻ്റെ സ്കിറ്റ് ഇവിടെ അരങ്ങേറും അല്പസമയത്തിനുള്ളിൽ. അപ്പോൾ നമുക്കത് ആസ്വദിക്കാം. നെക്സ്റ്റ് അത് വിളിച്ചാലോ? അപ്പോൾ റെഡിയാണോ? സർവകലാശാല കലോത്സവത്തിൽ കുട്ടികളുടെ നാടകം സംവിധാനം ചെയ്യാറുള്ള ശശിധരൻ വല്ലപ്പുഴ സംവിധാനം ചെയ്ത ഒരു സ്കിറ്റാണിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ ശശിധരൻ തൃശ്ശൂർ ജില്ലയിലെ നാടകഗ്രാമമായ വല്ലപ്പുഴയിലെ പ്രധാന നാടക പ്രവർത്തകൻ കൂടിയാണ്. ഇന്ന് അദ്ദേഹം രചനയും സംവിധാനം നിർവഹിച്ച ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പാച്ചൻ. ദേവാലയമണി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ ഉറച്ച കാൽവയ്പോടെ നടന്നു. ഒരു യുദ്ധം ജയിച്ച പട്ടാള മേധാവിയെപ്പോലെ ഒന്നാം നിലയിൽ ഒന്നാമതായി അവനിരുന്നു. തുടർന്ന് കത്തിച്ചു വെച്ച മെഴുതിരി കുഞ്ഞുങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. പ്രാർത്ഥിക്കാൻ, കുമ്പസാരിക്കാൻ നിലവിളികളോ ഞരക്കങ്ങളോ ജീവന് വേണ്ടിയുള്ള ആർത്തനാദങ്ങളോ അവൻ കേട്ടില്ല. ഒരു ജേതാവിൻ്റെ ഭാവമായിരുന്നു അവന്. പിന്നീട് കുമ്പസാരക്കൂട് രക്തം കൊണ്ട് നിറയുന്നു. അവൻ്റെ കൈവിരലുകളിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടേയിരുന്നു. സമാധാന സന്ദേശവുമായി പറന്നുയർന്ന പ്രാവുകൾ മുറിഞ്ഞ ചിറകുകളോടെ ദേവാലയമണിയുടെ കയറിൽ തൂങ്ങിക്കിടന്നു. അപ്പോഴും ദേവാലയമണി മുഴങ്ങിക്കൊണ്ടേയിരുന്നു, ഒരു ചാവുദിനം പോലെ.
കർഷകരുമാണ്. ഇന്നൊരു ചാവു ദിനമാണ്. എനിക്കറിയില്ല, ഇന്നൊരു ഞായറാഴ്ച, ഗുഡ് സൺഡേ, ചാവു ദിനം, മരണദിനം. Yes. ഇന്ന് നമ്മുടെ വിജയത്തിന്റെ ദിനമാണ്. നമ്മുടെ രാജ്യം സന്തോഷിക്കും. ഞാൻ യുദ്ധം നയിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അടുത്തോ ഞാൻ സംരക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളെ ഓരോരുത്തരെയുമാണ്. 16 Come on. Salute me. യുദ്ധം കഴിഞ്ഞു വന്ന ഞങ്ങൾക്ക് പകരമൊരുക്കിയത് വീരോചിതമായ സ്വീകരണമായിരുന്നു. നഗരപിതാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കുംഭസേന ഈ ദേവാലയത്തിൽ വന്ന് ഒരല്പം നേരം കുംഭസാരം ഒരു ഏറ്റുപറച്ചിൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഇന്നലെ, ഇപ്പോൾ, ഈ സമയം എന്ത് ചെയ്തുവെന്ന് ഓർമ്മിക്കലാണ് കുംഭസാരം. യുദ്ധം നയിച്ച പടനായകന്റെ കുംഭസാരം. ദാവീദ് കുംഭസാരക്കൂട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഞാനും താങ്കളും മാത്രമല്ലേ ഉള്ളൂ. ഈ അച്ഛൻ്റെ ഒരു ജോക്ക്, അത് പിന്നെ എനിക്കറിയില്ലേ അൾത്താരയിൽ കർത്താവുണ്ട് അല്ലേ? ഈ പള്ളിയിൽ അച്ഛൻ തമാശകളുടെ ചക്രവർത്തിയാണ്. ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചാണ് എനിക്ക് പറയാൻ. ആദ്യം ഞങ്ങൾ അവന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണം. ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന മേഖലകൾ. പിന്നീട് ഒരു ആവേശമായിരുന്നു. വിദേശ വാർത്താ ഏജൻസികൾക്ക് ചാകരയായി അവർ റിപ്പോർട്ട് ചെയ്തു സ്കൂളുകളിൽ ബോംബ് ഷെല്ലിംഗ്. 2000-ലധികം കുട്ടികൾ വെന്ത് വെണ്ണീറായി. യുദ്ധത്തിൽ ഓരോ മനുഷ്യനും മരിക്കുമ്പോഴും അവന്റെ ഓരോ കോട്ട കൊത്തളങ്ങൾ തകരുമ്പോഴും ഞാൻ എന്റെ ജനതയ്ക്ക് വിജയത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പാരിതോഷികം ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ, തൊഴിൽശാലകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, റെസ്റ്റോറന്റുകൾ, എയർപോർട്ടുകൾ, അഹങ്കരിച്ച് തലയൂർത്തി നിന്ന അവന്റെ ഓരോ കോട്ട കൊത്തളങ്ങളും ഞങ്ങൾ ഇടിച്ച് നിരപ്പാക്കി. ശുദ്ധജല സംഭരണികളിൽ വിഷം കലർത്തി. എന്താ പറഞ്ഞത്? നീ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ജീസസ്, നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? നീ പീഡിതരുടെ പക്ഷത്താണ്. എന്താ ജീസസ്, നീ എന്തിനാണ് ഇപ്പോൾ വന്നത്? എന്റെ പക്ഷത്തില്ലാത്ത ഒരാളും എന്റെ രാജ്യത്ത് വേണ്ട. അല്ലെങ്കിൽ ഈ ദേവാലയത്തിന്റെ കൽത്തൂണുകളിൽ കെട്ടിയിട്ട് നിന്നെ ഞാൻ കത്തിക്കും. ചിരിക്കുന്നു. നീ എന്തിനാണ് ചിരിക്കുന്നത്? നീ എന്തിനാണ് നിന്റെ കുരിശെടുത്ത് എന്റെ മുഖത്തേക്ക് അടിപ്പിക്കുന്നത്? അരുത്.
എന്റെ അടുത്തേക്ക് വരരുത്. പോവാൻ. അയ്യോ, എന്റെ കൈവിരലിൽ നിന്ന് രക്തം ഇറ്റിട്ട് വീഴുന്നല്ലോ. എന്താ ഇത്? നീ എന്റെ അടുത്തേക്ക് വരരുത്. നീ എന്തിനാണ് ഒരു ഞാണിന്മേൽ കളിക്കാരനെ പോലെ ആ ചുവന്ന രേഖകളുടെ എന്റെ അടുത്തേക്ക് വരുന്നത്? വരരുത്. നീ എന്റെ അടുത്തേക്ക് വരരുത്. കഴുത്ത് മുട്ട രക്തമാണല്ലോ. ഈ രക്തം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ആരുമില്ലേ? ഈ പള്ളിയക്കരത്തിൽ ആരുമില്ലേ? അടുത്ത് വരരുത്. പോവാനാണ് പറഞ്ഞത്. എന്റെ അടുത്ത് വരരുത്. 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 ഏലി ഏലി ലാമാ സബക്താനി. ദൈവമേ, ദൈവമേ, എന്നെ കൈപിടിച്ചതെന്തേ? അരുത്. പ്രാർത്ഥന പീഡിതർക്കുള്ളതാണ്. നീ പാപം ചെയ്തിരിക്കുന്നു, പൊറുക്കാൻ കഴിയാത്ത പാപം. നീ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് 7 തവണ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിന്റെ ചുണ്ടിൽ മാത്രമാണ് എൻ്റെ നാമം കുടികൊള്ളുന്നത്. ഹൃദയത്തിൽ നിന്നും അതെന്നെ അകന്നു പോയിരിക്കുന്നു. എനിക്ക് പേടിയാവും. നീ എന്റെ അടുത്തേക്ക് വരരുത്. പോവാൻ.